ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഖ്യ വിതാശാഖം വന്ദേ വാൽമീകി കോകിലം. ആത്മീയഗിരിസംഭൂതരാമംഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുരാധു വനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 162 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് രാമനും രാവണനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയതും ആ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ രാവണൻ്റെ കയ്യിൽ നിന്ന് വില്ലൊക്കെ താഴെ വീണു, അദ്ദേഹത്തിൻ്റെ രഥമൊക്കെ തകർന്നു, കിരീടം തെറിച്ചുപോയി. ആപ്പാട് അവശ നിലയിലായ സമയത്ത് രാമൻ പറഞ്ഞു, ഒന്ന് പോയി വിശ്രമിക്കൂ, നാളെ പുതിയ തേരും ആയുധങ്ങളൊക്കെ ആയിട്ട് വരുമെന്ന് പറഞ്ഞയച്ചു. ഈ ഒരു സംഭവം രാവണനെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ത്രിലോകങ്ങളും ജയിച്ചിട്ടുള്ള തന്നെ ഒരു മനുഷ്യൻ ഇങ്ങനെ അപമാനിച്ചു. മരിച്ചുപോയാലെത്ര വിഷമമില്ല, കൊല്ലാതെ വിടുക ചെയ്തത് പരാജയപ്പെടുത്തി വിട്ടു എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിമാന ക്ഷതം രാവണന് സഹിക്കാനായില്ല. അദ്ദേഹം രാക്ഷസന്മാരോടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇതുപോലെ ഒരു അപകടം ഇതുവരെ വന്നിട്ടില്ല, ഇങ്ങനെ ഒരു അപകടം ഒരു മനുഷ്യൻ നിന്നാണ് മാനുഷേണവിനും ഇതെന്നാണ്, മനുഷ്യൻ ഒരു ഇത്ര അപകടം എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തനിക്ക് അതൊക്കെ അദ്ദേഹത്തിന് ആ ക്ഷീണം മനസ്സിനെ ശരീരത്തെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് പഴയ കാലത്തെ ശാപങ്ങളെ മുഴുവൻ രാവണനെ ഓർമ്മിക്കാൻ. ഇക്ഷ്വാകവംശത്തിന് മുമ്പുണ്ടായിരുന്ന രാജാവാണ് അനരണ്യൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ ശപിച്ചിട്ടുണ്ട്, പുഞ്ചികസ്ഥലി ശപിച്ചിട്ടുണ്ട്, ശിവഭൂതങ്ങളെ ശാപം, നന്ദികേശ്വരൻ്റെ ശാപം ഉണ്ടായിട്ടുണ്ട്. ശക്തോഹം ദേവവത്യ വേദവത്യാജ സാധാധർഷിതാകുല. വേദവതി എന്ന് പറയുന്ന തപസ്വിനിയെ ബലാത്കാരം ചെയ്യാൻ പുറപ്പെട്ട് അവൾ ശപിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ശാപങ്ങളും പഴയ കാലത്ത് തനിക്ക് വന്നു വിട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പം ഭരിക്കുകയായിരിക്കണം. അതുകൊണ്ട് ബ്രഹ്മശാപാഭിവസ്തത്വ കുംഭകർണോ വിമോധ്യവഹം. ഇങ്ങനെയൊക്കെ വലിയ കഷ്ടത്തിലായി. ഇനി രണ്ടാമത് യുദ്ധത്തിൽ ചെല്ലാൻ നേരിട്ട് പെട്ടെന്ന് ചെല്ലാനുള്ള ശക്തി പോലും രാവണനില്ലാതായി, മാനസികമായ ക്ഷീണമുണ്ടായി. അതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് രാക്ഷസന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അനുജനായ ആ കുംഭകർണനെ നോർത്തു. ഈ കുംഭകർണൻ്റെ കഥ ലോകപ്രസിദ്ധമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ 6 മാസത്തോളം കുറച്ചായിട്ട് ഉണരും, അല്ല ഉറങ്ങും. അതിനിടയ്ക്ക് ഉണർത്തിയാൽ കുംഭകർണൻ്റെ ആയുസ്സിന് ക്ഷീണം ഉണ്ടാകുന്നതാണ്. അവിടെ പൊതുവെ ആരും ഉണർത്താറില്ല. പാട്ടെ വലിയൊരു പ്രതിസന്ധി ഘട്ടമായതുകൊണ്ട് തനിക്ക് അനുജൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് കണ്ടിട്ട് കുംഭകർണനെ ഉണർത്താൻ വേണ്ടിയിട്ട് രാക്ഷസന്മാരോട് പറയുകയാണ്, കുംഭകർണോ വിബോധ്യതാം സമരേജിതം ആത്മാനം പ്രഹസ്തം നിഷോധിതം. അങ്ങനെ കുംഭകർണം വന്നു കഴിഞ്ഞാൽ പ്രഹസ്തനോട് കൂടിയിട്ടൊക്കെ പോയി യുദ്ധം ചെയ്ത് കളയാം എന്ന വിചാരമാണ് രാവണന്. അങ്ങനെ കുംഭകർണനെ ഉണർത്താൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് രാക്ഷസന്മാരെന്നെ പോയി. വളരെ രസകരമായിട്ടും അത്ഭുതകരമായിട്ട് തോന്നുന്നു. വിശ്വസിക്കാൻ കഴിയാത്തത്ര അതിശയോക്തികൾ കൂടിയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. വളരെ രസകരമാണ് ആ വർണ്ണനയൊക്കെ. കുംഭകർണനെ ഉണർത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കുംഭകർണ സേവ എന്ന് പ്രസിദ്ധമായിട്ട് ശൈലി തന്നെ ഉണ്ടാകുന്നതാണ്. ഉറക്കിൽ പെട്ടു കഴിഞ്ഞാൽ ഉണർത്താൻ വിഷമാണ്. അപ്പോൾ ഈ രാക്ഷസന്മാർ കുംഭകർണനെ ഉണർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന്. ആദ്യം അവർ ചെയ്തത്, ഈ യുദ്ധം ഉണർന്നു കഴിഞ്ഞാൽ വലിയ ക്രോധനായിരിക്കും, അതുകൊണ്ട് വല്ല വിശപ്പും ഉണ്ടാകും, കുറച്ചാലായി ഉറങ്ങുന്നതുകൊണ്ട് എഴുന്നേറ്റ പാടിന് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനൊക്കെ വേണം. ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് എഴുന്നേൽക്കാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് 2 ഭാഗത്തും ഇഷ്ടംപോലെ മാംസം, മദ്യം മുതലായത് കരുതി വെച്ചു. പലതരത്തിലുള്ള മാന്, പോത്ത്, അങ്ങനെ പല ജീവജാലങ്ങളുടെയും മാംസം കുന്നുകൂട്ടി വെച്ചു. 100 കണക്കിന് കുടങ്ങളിൽ മദ്യം ഒരുക്കി വെച്ചു. എവിടത്തേക്കാണെങ്കിൽ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞെണീറ്റാലും ഇതൊക്കെ കാണും. കണ്ടു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ക്രോധമൊക്കെ ഇല്ലാതൊക്കെ കഴിച്ചുകൊള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആ കുംഭകർണനെ ഉണർത്താൻ വേണ്ടിയുള്ള അനവധി പ്രയോഗങ്ങൾ ചെയ്തു. പലരും എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ വലിയ ശബ്ദം ഉണ്ടാക്കി നോക്കി ആദ്യം. പക്ഷെ ഇതുകൊണ്ട് അദ്ദേഹം ഉണർന്നില്ല. അവിടെ പറയുന്നത് ആനകളെ കൊണ്ട്, കുതിരകളെ കൊണ്ടൊക്കെ ഈ പലതരത്തിലുള്ള മൃഗങ്ങളെയും അടിച്ച് വേദനിപ്പിച്ചു. വേദനിപ്പിക്കുമ്പോൾ അവർ ഭീകരമായ രീതിയിൽ അലറും. അവിടെ ആന,
പിന്നെ കുതിരകൾ, ഇതിനൊക്കെ സിംഹം, ഇതിനൊക്കെ. പക്ഷെ അതൊന്നും കേട്ടിട്ട് ആൾ ഉണർന്നില്ല. പിന്നെ ശംഖനാദം, പെരുമ്പറ, മദ്ദളം, കൈകൊട്ട്, സിംഹഗർജനം പോലുള്ള അലർച്ച എന്നൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. എല്ലാ ശ്ലോകമൊന്നും ഉദ്ധരിച്ച് തീർക്കാൻ കഴിയില്ല. സശംഖഭേരീവണവപ്രണാദം സസ്ഫോടിത അക്ഷേലിത സിംഹനാദം ശ്രുത്വാ വിഹംഗാ സഹസാ നിവേദു. ഈ ശബ്ദകോലാഹലം കൊണ്ട് ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളൊക്കെ ഭയന്നിട്ട് താഴെ വീണുപോയി ഞാൻ. പക്ഷെ എങ്കിലും ഈ കുംഭകർണൻ ഉണർന്നതേയില്ല ആ രസം. അത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് 1000 കുടം വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് ഒഴിച്ചു വന്നു. 1000 കുടം വെള്ളം ഒഴിക്കണ ചെവിയൊക്കെ ഇതായിരിക്കണം. കുംഭകർണനാണുള്ള പേര്. അയാളുടെ ചെവി തന്നെ കിണർ പോലെ വലുതായിരുന്നു. അതുകൊണ്ട് കുംഭകർണൻ ഉണർന്നില്ല. അതിനുശേഷം പല രാക്ഷസന്മാരും കൂടിയിട്ട് ഈ മുൾത്തടി വെച്ചതായ മുദ്ഗരെന്നൊക്കെ പറയുന്നത് ആയുധങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പ്രഹരിച്ചു. ഉറങ്ങിക്കിടക്കുന്നയാളായി അടിക്കുന്നത്. കാലിനും തലയൊക്കെ കടിച്ചിട്ട് ഉണർന്നില്ല. ഉണരാതിരുന്നപ്പോൾ പിന്നെ 1000 ആനകളെ കുംഭകർണൻ്റെ ശരീരത്തിലൂടെ ഓടിച്ചു. വളരെ അത്ഭുതകരമായ വർണ്ണനയാണ്. ഒരാനയ്ക്ക് തന്നെ നിൽക്കുന്ന സ്ഥലത്തോളം 1000 ആനകളെ കുംഭകർണൻ്റെ ശരീരത്തിൽ ഓടിച്ചു. ഇത് അപ്പോഴദ്ദേഹത്തിന് എന്തോ തന്നെ സ്പർശിക്കുന്നതായി തോന്നി, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഉണർന്നൊന്നുമില്ല. വീണ്ടും അവർ ധാരാളം പ്രയച്ചു. ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയും, ഏകദേശം പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ മൂക്കിലെ രോമങ്ങളൊക്കെ ആനകൾ പിടിച്ചു വലിച്ചു എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ ചെയ്തു. ഏതായാലും വളരെ ക്ലേശിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ധാരാളം പരിക്കേൽപ്പിച്ചു. അങ്ങനെ കോട്ടുമായിട്ടുകൊണ്ട് ആ കുംഭകർണൻ ഉണർന്നു. വളരെ വിപുലമായ വർണ്ണനകളൊക്കെ ഒക്കെ രസിച്ച് വായിക്കേണ്ടതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര രസനീയമായി തോന്നണമെന്നില്ല. അത് ഉണർന്നു കഴിഞ്ഞ ഉടനെ 4 രാക്ഷസന്മാരൊക്കെ കണ്ടു. തൻ്റെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം കണ്ടു. 1000 കുടം മദ്യം എടുത്ത് കഴിച്ചു. ഈ മാംസം മുഴുവൻ തിന്നു. ഭീകരമായ ശരീരത്തോടു കൂടിയവനാണ്. എന്നിട്ട് ഈ രാക്ഷസന്മാരോട് ചോദിച്ചു, എന്നെ എന്തിനാണ് ഉണർത്തിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ തൊഴുകൈകളോടുകൂടി ഭയത്തോടു കൂടി പറഞ്ഞു, താങ്കയുടെ ജ്യേഷ്ഠൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജ്യേഷ്ഠനെ ചെന്ന് കാണൂ. ചെറിയ ആപത്തിലാണ് ജ്യേഷ്ഠൻ പെട്ടിട്ടുള്ളത്. മനുഷ്യനായ രാമനൊന്ന് യുദ്ധം ചെയ്ത് രാഷ്ട്രമാക്കില്ല അപമാനം ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങയുടെ ജ്യേഷ്ഠൻ തന്നെ ആദ്യ യുദ്ധത്തിൽ കഷ്ടിച്ച് പരാജയപ്പെട്ട് തിരിച്ചു വന്നതാണ്. അവിടെ ജ്യേഷ്ഠൻ്റെ സഹായത്തിന് വേണ്ടിയാണ് അങ്ങനെ ഉണർത്തിയതെന്നൊക്കെ അവർ വറച്ചും കൊണ്ട് ബോധിപ്പിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ യുദ്ധത്തിനൊന്നും ഒരു പേടിയില്ലാത്ത ആളാണ്, മരിക്കാനും ഭയമില്ല. എന്നാൽ പിന്നെ ഞാൻ നേരിട്ട് ചെന്നിട്ട് ആ മനുഷ്യന്മാരെയും മാനന്മാരൊക്കെ ഇപ്പോൾ തന്നെ നശിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. അപ്പോൾ രാഷ്ട്രന്മാർ ചെല്ലു പറഞ്ഞു, അങ്ങനെയല്ല, ജ്യേഷ്ഠനെ കണ്ടിട്ട് പോകാണ് നല്ലത്. ജ്യേഷ്ഠൻ്റെ ഉത്തരവ് പ്രകാരം ചെയ്യാം, അല്ലാതെ നേരിട്ട് ചെന്നിട്ട് യുദ്ധത്തിൻ്റെ കാര്യമൊന്നും സ്വയം ഏറ്റെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ് ഞാൻ ഈ രാമനെ ലക്ഷ്മണനെ തോൽപ്പിച്ചിട്ട് ജ്യേഷ്ഠനെ കാണാമെന്നാണ്. പക്ഷേ രാക്ഷസന്മാരിങ്ങനെ നിർദ്ദേശിച്ചപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ വിസ്തരിച്ചാണ്. ഈ ഇദ്ദേഹം ഇവിടുന്ന് രാമൻ്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ വഴിക്ക് നിൽക്കുന്ന വാനരന്മാർക്ക് ആ പാടെ ഭയന്നു പോയി. കാരണം അതിഭീകരമായ ഒരു സത്വമാണ് ഈ കുംഭകർണൻ. അപ്പോൾ അവരൊക്കെ പേടിച്ചിട്ട് ഓടി. അവിടെ ഏതായാലും ചെന്നിട്ട് അദ്ദേഹം കുളിയെല്ലാം കഴിഞ്ഞ് നല്ല തേജസ്സോട് കൂടിയിട്ടാണ് പുറപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിച്ചു. കുളി കഴിഞ്ഞ് പരമസന്തുഷ്ടനായി, പരമഭൂഷിത എന്നൊക്കെ പറയുന്നത്, വളരെയധികം ആഭരണങ്ങൾ ധരിച്ചു. 2000 കുടം മദ്യവും കൊടുത്തിട്ടാണ് പുറപ്പെട്ടത്. ആ കാൽവെപ്പിൽ ഭൂമിയൊക്കെ കുലുങ്ങുന്ന പോലെ തോന്നി. സൂര്യനെ പോലും വെല്ലുവിളിക്കുന്ന സ്വരൂപത്തോട് കൂടിയിട്ട് അങ്ങനെ പോകാൻ. അങ്ങനെ രാമൻ്റെ സമീപത്തിലേക്ക് എത്തിയപ്പോൾ രാമൻ ഈ അതിഭീകരമായ സ്വരൂപം കണ്ടിട്ട്, രാമൻ ദൂരെ നിന്ന് കാണുകയാണ്, അദ്ദേഹം രാമൻ്റെ അടുത്തേക്കാണ് നേരിട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന ആ കുംഭകർണന് മുമ്പ് രാമൻ കണ്ടിട്ടില്ല. അപ്പോൾ സവിസ്മിതമിതൻ രാമോ വിഭീഷണമോ വാചഹാണ്. പുഞ്ചിരിയോട് കൂടിയിട്ട് വിഭീഷണനോട് രാമൻ ചോദിച്ചു, ഇതേത് സത്വമാണ്, ഇങ്ങനത്തെ ഒരു ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ലങ്കായാം ദൃശ്യതേ വീര സവിദ്യുദ്ദിവതോയധാം. ഇടിമിന്നലോട് കൂടിയതായ മഴക്കാറ് പോലെ ഭീകരമായ സ്വരൂപത്തോടു കൂടി ഇവൻ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ വിഭീഷണൻ വളരെ കേമായിട്ട് പറഞ്ഞു, തേന വൈവസ്വതോ യുദ്ധേ വാസവസ്തപരാജിത. സാക്ഷാൽ അന്തകനെ പോലെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ ശക്തിയുള്ള ആളെ പരാജയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഇന്ദ്രനെ തോൽപ്പിച്ചുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് കുംഭകർണനാണ്. എനിക്ക് ജ്യേഷ്ഠനാണ്. ആ രാവണൻ്റെ അനുജനാണ് എന്നൊക്കെ
പുസ്തകം പരിചയപ്പെടുത്തു. ശൂലപാണിം വിരൂപാക്ഷം കുംഭകർണം മഹാബലം ഹന്തുന്നശേ ഉത്തരിശാഹ കാലോയ വിധി മോഹിത. ദേവന്മാർക്ക് പോലും ഇയാളെ പരാജയപ്പെടുത്താൻ എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇയാളുടെ ചരിത്രവും പറഞ്ഞു. ഇയാൾ പഴയകാലം ജനിച്ച ഉടനെ തന്നെ അതിഭീകരമായിട്ടാണ് അലറുകയൊക്കെ ചെയ്തു. വരങ്ങൾ വാങ്ങിയിട്ട് വന്ന സമയത്ത് എനിക്ക് ദേവന്മാരുണ്ടാവും നിർദ്ദേവത്വം എന്ന് വരം വാങ്ങി. അത് പറയുമ്പോൾ നിദ്രേവത്വമായി മാറിപ്പോയി എന്നൊക്കെയാണ് നമ്മൾ വളരെ കേൾക്കാറുള്ളത്. പക്ഷെ ഇവിടെ വിഭീഷണൻ രാമനെ പരിചയപ്പെടുത്തുമ്പോൾ കുംഭകർണനെ പറ്റി പറയുന്ന അങ്ങനെ ഒരു വരം വാങ്ങിയതുകൊണ്ടാണ് ഉറങ്ങിപ്പോകുന്നതല്ല. ഇദ്ദേഹം അതിബലവാനായിരുന്നതാലും ജനിച്ച ഉടനെ തന്നെ ആയിരക്കണക്കിന് ജീവജാലങ്ങളെ യാതൊരു പരിഗണന പിടിച്ചു നിന്നു. അത്രയും വിശപ്പുള്ള ആളായിരുന്നു. ഹിംസ ജീവിയെപ്പോലെ അങ്ങനെ പിടിച്ച് വായിലിട്ടേക്കാണ്, ചവച്ചരച്ച് കളഞ്ഞു. ഇങ്ങനെ അനേകം ആയിരക്കണക്കിന് ജീവജാലങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ മഹർഷിമാരും ദേവന്മാരും എല്ലാ ജീവജാലങ്ങൾക്കും ഇയാളെ ഭയമായി. കാരണം ഇങ്ങനെ അത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം ബാക്കി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അവരൊക്കെ കൂടി പ്രജാപതിയായ ബ്രഹ്മാവിന് ചെന്നിട്ട് അവൻ്റെ സങ്കടം പറഞ്ഞു. ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്, അങ്ങ് സൃഷ്ടിച്ച ലോകങ്ങളൊക്കെ ഇവൻ ഭക്ഷിച്ചെന്നെ തീർക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ബ്രഹ്മാവ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ബ്രഹ്മാവ് പറഞ്ഞാൽ ഇവൻ മൃതതുല്യനായിട്ട് മരിച്ചവനെ പോലെ ഉറങ്ങിപ്പോകട്ടെ എന്ന് ശപിച്ചു. അത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ ഇയാൾ കിടന്നുറങ്ങാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഉറക്കിലായിപ്പോയതെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഞാൻ ദേവന്മാരുണ്ടാവട്ടെ ഇല്ലാതായിപ്പോട്ടെ എന്ന് വരം വാങ്ങി അത് നിദ്രാവത്വമായിപ്പോയി അതുകൊണ്ട് ഉറക്കായിപ്പോയി എന്നൊക്കെ പ്രഖ്യാതായ കഥയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നേരിട്ട് പറഞ്ഞാൽ അതല്ല. എന്തായാലും ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ രാവണന് വലിയ ബുദ്ധിമുട്ടായി. കാരണം രാവണൻ അനുജന്മാരൊക്കെ സഹായത്തോട് കൂടിയിട്ട് ദേവന്മാരെ വെല്ലുവിളിച്ചിരുന്നു, ലോകാധിപത്യം നേടണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ അനുജൻ ഇത്രയൊക്കെ ബലമുള്ള ഒരാൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നാൽ കഷ്ടമാണ്. അത് ബ്രഹ്മാവിനോട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, സൃഷ്ടിയുടെ ഉദ്ദേശം തന്നെ വെറുതെ ആയിപ്പോൾ അങ്ങനെയാവും. അതുകൊണ്ട് ഇവനെ ഇതിൽ നിന്ന് മോചിപ്പിക്കണം, എന്തെങ്കിലും ഒരു അളവ് കൊടുക്കണം. അഥവാ ഇയാളുടെ ഉറക്കിനൊരു പരിധി നിർണ്ണയിക്കണമെന്നാണ്. ഇപ്പം ബ്രഹ്മാവ് പറഞ്ഞ വാക്കനുസരിച്ച് ഇയാൾ എപ്പോൾ ഉണരാന്നൊരു കണക്കുമില്ല. ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ തുടങ്ങി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഉറങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞാൽ പിന്നെ ഇവന് 6 മാസക്കാലം ഉറങ്ങട്ടെ, ഒരു വർഷത്തിൽ. അതിനിടയ്ക്ക് ഇയാളെ വിളിച്ചാൽ ബുദ്ധിമുട്ടായി തീരും. 6 മാസക്കൊല്ലം ഉറങ്ങത്തേനാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ കാലത്തിനിടയ്ക്ക് 6 മാസം കൂടുമ്പോൾ ആളൊരിക്കൽ ഉണരും. അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയാൽ പിന്നെ 6 മാസം ഉറങ്ങും അർത്ഥം. അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് വലിയ വിഷ്ണു ശൈതാഖേഷ ഷൺമാസം മേഘാഹഞ്ചാകരിക്ഷതി എന്നൊക്കെ ആവുന്നത്. 6 മാസക്കാലം ഉണരും, അതിനിടയ്ക്ക് ഒരു ദിവസം ഉണരുള്ളൂ എന്നർത്ഥം. അങ്ങനെയാണ് ഇവൻ ഉറങ്ങാറുള്ളത്. ഇപ്പോഴ് വിഭീഷണൻ പറഞ്ഞു കൊടുത്തു, രാവണൻ്റെ നിർദ്ദേശപ്രകാരം ഇയാൾ വളരെ കഷ്ടപ്പെട്ട് ഉണർത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇയാൾ യുദ്ധത്തിന് വരികയാണെന്ന് പറഞ്ഞു. രാമൻ അതിനെപ്പറ്റി പരിഭ്രമിച്ചൊന്നുമില്ല. ഇതൊക്കെ അവർ തമ്മിലുള്ള സംഭാഷണം പറഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത് നമ്മൾ രാവണൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കുംഭകർണൻ അവിടെ ചെന്നു. കുംഭകർണനെ കണ്ടപ്പോൾ രാവണന് വലിയ സന്തോഷമായി. അദ്ദേഹം അനുജനെ ആലിംഗനം ചെയ്തു, സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു. അപ്പോൾ ജ്യേഷ്ഠനോട് ചോദിച്ചു, താൻ എന്തിനാണ് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചു. അപ്പം നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കാര്യാലോചന നടക്കുമ്പോൾ, അതായത് വാനരന്മാർ സമുദ്രങ്ങളിൽ നിന്ന് എത്തുന്നതിനൊക്കെ മുമ്പായിട്ട് ഹനുമാൻ ഇവിടെ വന്നിട്ട് കുറേ വിഷമമൊക്കെ ഉണ്ടാക്കിയല്ലോ. ആ സമയത്ത് ഒരു ആലോചനാ യോഗത്തെ കുംഭകർണൻ പറഞ്ഞിരുന്നു, സീതയെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞതാണ്. അന്ന് രാവണൻ അതനുസരിച്ചില്ല. അതിനുശേഷം ഇയാളുടെ ഉറക്കം കഴിഞ്ഞ് ഇപ്പോൾ ഉണർത്തി കൊണ്ടുവന്നു. രാവണൻ കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു. നമ്മൾ അത്ര വിസ്തരിക്കേണ്ടില്ല, കാരണം നമ്മൾ കാര്യം അറിയുന്നതാണല്ലോ. രാവണൻ പറഞ്ഞു, ഈ മനുഷ്യന്മാരായ രാമനും ലക്ഷ്മണനും സമുദ്രമൊക്കെ ലംഘിച്ച് നമ്മുടെ ലങ്കയിലെത്തിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വാനര സൈന്യത്തോട് കൂടിയിട്ട് ആദ്യത്തെ യുദ്ധത്തിൽ അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് നീ എന്നിട്ട് ശത്രുക്കളെ ഇല്ലാതാക്കണം എന്നാണ് രാവണൻ്റെ ആവശ്യം. കേട്ടോ ഉടനെ തന്നെ കുംഭകർണൻ പറഞ്ഞത്, ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ പിന്നെ പറഞ്ഞ് ആദ്യം ചെയ്ത് പറഞ്ഞത് അങ്ങോട്ട് ഞങ്ങളൊന്ന് ആലോചനാ യോഗത്തിൽ അന്നേ പറഞ്ഞതാണ്, അങ്ങ് ആലോചന ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞ് കുറേ തത്വജ്ഞാനമൊക്കെ ഉപദേശിക്കുന്നുണ്ട്. അതായത് സാമം, ഭേദം, ദാനം മുതലായതൊക്കെ രാജാക്കന്മാർ അറിയേണ്ടതാണ്, ചതുരുപായങ്ങളും പ്രയോഗിക്കേണ്ടതാണ്, നേരിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയല്ല വേണ്ടത്. ഏതായാലും ഇങ്ങനെയൊക്കെ വന്നു വിട്ടുമല്ലോ എന്നൊക്കെ കുറച്ച് കുറ്റപ്പെടുത്തുന്ന പോലെയാണ് പറഞ്ഞത്. അപ്പോൾ രാവണൻ ദേഷ്യം വന്നു. രാവണൻ പറഞ്ഞു, നീ എന്നെ ഉപദേശിക്കാനും തക്കവണ്ണം വളർന്നിട്ടില്ല. ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ പോലെ ബഹുമാനിക്കേണ്ട ആളാണ്. അങ്ങനെയുള്ള എന്നോട് നീ ഇങ്ങനെ ഉപദേശിക്കാൻ വന്നത് കാലത്തിൻ്റെ കടുപ്പം തന്നെ. നീ പോയി ഉറങ്ങിക്കൊള്ളൂ, എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമില്ല. ഞാൻ
എനിക്കാവും പോലെ ചെയ്തു കൊള്ളാം എന്നൊക്കെയുള്ള മട്ടിലാണ് രാമൻ്റെ മറുപടി. കുംഭകർണൻ പറഞ്ഞു, എനിക്ക് മരണത്തിന് ഭയം ഉണ്ടായിട്ടോ ഇതിനെ നേരിടാൻ സാധിക്കാത്തതുകൊണ്ടോ പറഞ്ഞതല്ല. ഞാൻ അങ്ങനെയുള്ള സന്തോഷം കൊണ്ടും അങ്ങനെയുള്ള സ്നേഹം കൊണ്ടും ലോകനന്മ വിചാരിച്ചിട്ടും പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കൊല്ലപ്പെടുന്നതിൽ യാതൊരു മടിയുമില്ല. ഞാൻ ഏതായാലും യുദ്ധം ചെയ്യാൻ യാതൊരു മടിയില്ല. ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മരിക്കും വരെ യുദ്ധം ചെയ്തുകൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്തു. എന്നെ കൊല്ലാതെ ആ രാമലക്ഷ്മണന്മാർ അങ്ങേ കൊല്ലില്ല. എന്നാൽ ഞാൻ മരിക്കുന്നവരങ്ങേക്ക് വേണ്ടി യുദ്ധം ചെയ്തോളാം. അതിനൊന്നും എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ബന്ധുഭാവം കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെ ഞാൻ അങ്ങയോട് ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവശ്യം ദുഹിതം വാച്യം സർവാവസ്ഥം തമ്മയ അഥവാ ബന്ധുഭാവാദഭിഹിതം ഭ്രാതസ്നേഹശ്ചാർത്ഥിവ. ഭ്രാതൃസ്നേഹം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് യുദ്ധത്തിന് ഭയമൊന്നുമില്ലാതെ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു. ഏതായാലും ഞാൻ പോയിട്ട് അവരൊക്കെ കൊന്നു എന്ന് വരാം. വാനരന്മാരെയും ആ ദാശരഥിയായ രാമനെ ഞാൻ കൊന്നിട്ട് വരാം. എനിക്ക് എന്നെപ്പറ്റി യാതൊരു പരിഭ്രമവുമില്ല. ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയവുമില്ല എനിക്ക്. മാം നിഹത്യകില ത്വം ഹി നിഹനിഷ്യതി രാഘവ. എന്നെ കൊന്നിട്ട് എങ്ങനെ ഏതായാലും കൊള്ളുമല്ലോ. ഞാൻ ജീവിതത്തോടിരിക്കുമ്പോൾ അങ്ങക്ക് ഭീഷണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു യുദ്ധത്തിന്. പിന്നെ ഈ കുംഭകർണൻ്റെ യുദ്ധം വെച്ചാൽ വളരെ വിചിത്രമാണ്. യഥാർത്ഥ യുദ്ധം പോലും നടക്കുന്നില്ല. ഈ കുംഭകർണൻ തന്നെ വളരെയധികം ദീർഘങ്ങളായ കൈകൾ കൊണ്ട് കിട്ടാവുന്ന വാനന്മാരൊക്കെ പിടിച്ച് വായിലിടുകയാണ്. അദ്ദേഹത്തിന് വേറെ യുദ്ധമൊന്നുമില്ല. ശരീരം കൊണ്ട് തന്നെയാണ് അധികവും. ആയുധം കൊണ്ടല്ല യുദ്ധം ചെയ്തത്. വാനന്മാരെ ചവിട്ടി തെറിപ്പിച്ചു, കുറേ ആൾക്കാരെ നിലത്തിട്ടടിച്ചു, കുറേ ആൾക്കാരെ പിടിച്ച് വായിലിട്ടു. ഇങ്ങനെ നൂറുകണക്കിന് വാനരന്മാരെ ഭക്ഷ്യവസ്തുവായിട്ട് കണക്കാക്കിയിട്ട് തിന്നു കളഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് യുദ്ധം ഉണ്ടായത്. അതിഭീകരമായിരിക്കുന്ന രീതിയിൽ ആ കുംഭകർണൻ വന്നപ്പോൾ വാനര സൈന്യങ്ങളൊക്കെ പലരും പേടിച്ചോടി. ചില രാമനെ പോയി അഭയം പ്രാപിച്ചു. അതൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ഘട്ടത്തിൽ അംഗദനും രാവൺ ഈ കുംഭകർണൻ തമ്മിൽ ഏറ്റുമുട്ടായി. കുംഭകർണൻ ഈ അംഗദനെ നേരിട്ട് അടിച്ചു. അംഗദനും സുഗ്രീവൊക്കെ മഹാദേവന്മാരാണെങ്കിലും കുംഭകർണൻ്റെ ശക്തിക്ക് മുമ്പിൽ യാതൊരു രക്ഷയില്ലായില്ല. പക്ഷെ അവർ വന്ന് മരിച്ചില്ല എന്ന് മാത്രം. അതിനിടയ്ക്ക് വേറൊരു സമയത്ത് ഈ സുഗ്രീവൻ അംഗദനെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിനൊപ്പം അങ്ങോട്ടേക്ക് ചെന്നു. ശരഭൻ, സുഷണൻ മുതലായ വാനന്മാർ പലരും ചെന്നു. അതിനിടയ്ക്ക് സുഗ്രീവനെ പിടിച്ചു ഈ കുംഭകർണൻ. പിടിച്ച് ആൾക്ക് തൽക്കാലത്ത് ഈ ബോധം നഷ്ടപ്പെട്ടു സുഗ്രീവന്. ആ സുഗ്രീവനെ എടുത്തിട്ട് കക്ഷത്തിറക്കിയിട്ട് ലങ്കയിലെ കോട്ടയിലേക്ക് പോവാൻ. അപ്പോൾ വാനന്മാരൊക്കെ ആകപ്പാട് അസ്തപ്രജ്ഞനായി. എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല. ലങ്കയിൽ നിന്നായിരുന്ന രാക്ഷസന്മാരാകട്ടെ കുംഭകർണൻ ജയിച്ചു വരികയാണെന്നുള്ള സന്തോഷം കൊണ്ട് ആറപ്പൂടികളൊക്കെ ഉണ്ടായി. ചന്ദനം, തൈലം, സുഗന്ധ വസ്തുക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽ തൂകി സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആർപ്പുളികളോടുകൂടി സ്വീകരിച്ചു. അപ്പോൾ ഇങ്ങനെ പല സുഗന്ധ വസ്തുക്കളൊക്കെ കുംഭകർണൻ്റെ മേലാണ് തളിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിടിയിലൊതുങ്ങിയ ആ സുഗ്രീവനും അതിൻ്റെയൊക്കെ ഗുണം കിട്ടില്ല. ഈ വെള്ളം തളിക്കലും അഭിഷേകങ്ങളൊക്കെ കൊണ്ട് സുഗ്രീവന് ബോധം തെളിഞ്ഞു. അതുകൊണ്ട് അയാൾ ഓരോരുത്തരെ ഉണർന്നിട്ട് ആ മർക്കട ശൈലിയിൽ കുംഭകർണൻ്റെ ചെവിയും മൂക്കൊക്കെ കടിച്ച് മുറിവേൽപ്പിച്ചു. അങ്ങനെ ചുരുക്കത്തിൽ ആ കുംഭകർണനെ പിടിയുന്ന തൽക്കാലത്തേക്ക് മോചിതനായിട്ട് തിരിച്ചു വരികയും ചെയ്തു. ഇങ്ങനെയാണ് ഒരു ഘട്ടത്തിലുണ്ടായത്. പിന്നീട് ലക്ഷ്മണനും കുംഭകർണനും തമ്മിൽ കുറച്ചേറെ യുദ്ധം ചെയ്തു. ലക്ഷ്മണൻ്റെ യുദ്ധ സാമർഥ്യത്തൊക്കെ കുംഭകർണൻ വാഴ്ത്തുന്നുണ്ട്. നീ ബാലനാണെങ്കിലും നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അല്ലേതൊന്നും എന്നോട് നടപ്പാവുന്നതല്ല, എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഭാവത്തിലാണ് യുദ്ധം. ഇത് കുറച്ച് സ്റ്റേറ്റ് പറഞ്ഞിരുന്നുണ്ട്. വാനരന്മാരാകട്ടെ ഇടയ്ക്കിടയ്ക്ക് പാറക്കല്ലുകൾ തെറിഞ്ഞു. അതിനൊക്കെ ശരങ്ങൾ കൊണ്ട് അദ്ദേഹം തകർത്തു. പിന്നെ ചില നിർദ്ദേശം പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, അനേക വാനരന്മാർ ഒരുമിച്ച് ഇയാളുടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറാം. അപ്പം മരത്തിൽ ഈ വലിയ മലേൻ്റെ മേലേക്കുള്ള വൃക്ഷങ്ങളിലതുപോലെ നമ്മളുടെ ഭാരം എന്തൊക്കെയായാലും കുറേ ആൾക്കാർ ഓടിക്കയറും ആയൊക്കെ വലിയ ക്ഷീണമാവും. പിന്നെ നമ്മൾ നേരിടുന്ന നിലയ്ക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്ന് കുറേ ആൾക്കാർ കുംഭകർണൻ്റെ ശരീരത്തിലേക്ക് വലിഞ്ഞു കയറി. ഇങ്ങനെ വളരെ ഒരു സാമാന്യമല്ലാത്ത രീതിയിലുള്ള യുദ്ധമാണ് നടന്നത്. ഇതൊക്കെ ആണെങ്കിലും കുംഭകർണൻ അങ്ങനെ വീണവുമില്ല. പിന്നീട് രാമൻ തന്നെ നേരിട്ട് കുംഭകർണനായിട്ടുള്ള യുദ്ധം ഏറ്റെടുത്തു. അത് അനേക അസ്ത്രങ്ങൾ, വായവ്യം, ഐന്ദ്രം മുതലായ അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു. ഇതൊക്കെ ഈ വലിയ പാറക്കെട്ടിൻ്റെ മേലെ ചെന്ന് വീഴുന്ന പോലെ ആയുള്ളൂ എന്നർത്ഥം. ഇതുകൊണ്ടൊന്നും കുംഭകർണന് വലിയ ക്ഷീണമൊന്നും ഉണ്ടായില്ല. എന്തായാലും
അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഒരു ഘട്ടത്തിൽ വളരെ കൂർത്ത അസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് രാമൻ ഈ കുംഭകർണൻ്റെ ഒരു കൈ ഛേദിച്ചു. ഒരു കൈ മുറിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം വേറൊരു വലിയ പാറക്കെട്ടെടുത്തിട്ട് ഒരു കൈ കൊണ്ട് തന്നെ അദ്ദേഹത്തെ എറിഞ്ഞു. എനിക്കിപ്പോഴും ഈ വാനരന്മാരൊക്കെ ക്രോധത്തിൽ ദഹിപ്പിക്കാൻ കഴിയുന്നൊക്കെ വാഗ്വാദം ചെയ്യുന്നുണ്ട് അദ്ദേഹം. അതിങ്ങനെ ഇരിക്കെ രാമൻ വീണ്ടും അസ്ത്രം ചെയ്തിട്ട്, ഇതൊക്കെ ചുരുക്കി പറയാണ്, വളരെ വിസ്തരിച്ചിട്ടാണ് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ മാത്രം പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ കുംഭകർണൻ്റെ രണ്ടാമത്തെ കൈയും രാമൻ എയ്ത് മുറിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എയ്ത് മുറിച്ചപ്പോൾ രണ്ട് കൈകളും ഇല്ലാതായപ്പോൾ അയാളെ കാലുകൊണ്ട് ചാടി വന്നു എന്ന് മാത്രമല്ല, സാധിക്കും പോലെ തൻ്റെ ശരീരം കൊണ്ട് ഈ വാനരന്മാരൊക്കെ മർദ്ദിച്ചു. വലിയ ഭീകരാകാരമായൊരു പർവ്വതം പോലത്തെ ശരീരമുള്ളവനാണ് ഈ കുംഭകർണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിശ്വാസവായുവിൽ തന്നെ ആൾക്കാരൊക്കെ തെറിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു. ഇങ്ങനെ വളരെ രസകരമായിട്ടാണ് വാനരന്മാരൊക്കെ ഭക്ഷണമാക്കിക്കൊണ്ടാണ് പോയതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ രണ്ട് കൈകളും നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ കുംഭകർണൻ്റെ ശിരസ് തന്നെ രാമൻ അറുത്തിട്ടു. ഇതാണ് യുദ്ധത്തിലുണ്ടായത്. അതൊക്കെ വളരെ ഒന്നോടെ ശ്ലോകങ്ങളില്ല, കുറേ വിസ്തരിച്ചിട്ടാണ് ഈ യുദ്ധങ്ങളൊക്കെ പറഞ്ഞത്. 19 ശ്ലോകങ്ങളിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. അങ്ങനെ കുംഭകർണം വീണു കണ്ടതോട് കൂടിയിട്ട് അതിഗംഭീരമായിരിക്കുന്ന സന്തോഷവും ഗർജനൊക്കെ വാനന്മാരുടെ ഭാഗത്ത് ഉണ്ടായി. അതൊക്കെ രാമനെ പ്രശംസിച്ചു. സാധാരണ യുദ്ധത്തിലെ വിജയത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ അതിനെ വർണ്ണിക്കുകയല്ല. നികൃത്തബാഹോ വിനികൃത്തപാദോ വിദര്യവക്ത്രം ബടവാഭാവം രുദ്രാവരാമം സഹസാഭിഗർജൻ ബാഹുര്യഥാ ചന്ദ്രമിവന്തരീക്ഷേ. നേരത്തെ പറഞ്ഞല്ലോ, കൈയും കാലും ഒക്കെ പോയപ്പോഴും അയാൾ മുഖം കൊണ്ട് തന്നെ ഇതിലൊക്കെ പിടിച്ച് വായിലാക്കിയതാണ്. ബടവാഗ്നി പോലെ ചെയ്തു എന്നാണ്. അവസാനത്തിൽ തന്മഹാപർവതകൂടസന്നിഭം സുഭൃത്തദൃഷ്ടം ജലചാരു ഉഞ്ജലം ചകർത്ത രക്ഷോധിപദേശിരസ്തരായ ദൈവ വൃത്രസ്യ പുരാ പുരന്തര. പണ്ട് ഇന്ദ്രൻ വൃത്രനെ വധിച്ചതുപോലെ രാമനില അയാളെ വധിക്കുകയും ചെയ്തു. താഴെ ഇട്ടു എന്നർത്ഥം. ആ അയാളുടെ ശിരസ് ഗംഭീരമായിരിക്കുന്നൊരു സാധനം പോലെ താഴെ വീണു. ഈ കുംഭകർണൻ്റെ ശിരസ് നിലത്തേക്ക് പതിക്കുന്ന സമയത്ത് ഗോപുരങ്ങളും മതിൽക്കെട്ടുകളൊക്കെ ഇടിച്ചു നിരത്തിക്കൊണ്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരം തസ്മിൻ ഹതേ ബ്രാഹ്മണദേവ ശത്രോ മഹാബലേ സംയതി കുംഭകർണേ ദജാല ഭൂമിർ ഭൂർഭൂമിതരാച്ച സർവേ ഹർഷാച്ച ദേവാത്മലം പ്രണയതു. ദേവന്മാരും ബ്രാഹ്മണനൊക്കെ വലിയ സന്തോഷമായ ശബ്ദം പുറപ്പെടുവിച്ചു. അയാളുടെ വലിയ ശരീരം കടലിൽ ചെന്ന് വീഴുകയും ചെയ്തു. അതോടുകൂടിയിട്ട് എല്ലാവരും രാമനെ അത്യധികം പുകഴ്ത്തിയെന്ന് പറയാം. സദേവലോകസ്യ തമോ നികത്യ സൂര്യോ യഥാ രാഹുമുഖാന്തിമുഖത. അതോടുകൂടി ലോകം മുഴുവൻ രാഹുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട സൂര്യനെ പോലെ പ്രകാശിച്ചു. രാഹു കേതുക്കൾ സൂര്യന്മാരെ ആക്രമിക്കുന്നുള്ള പൗരാണികമായ സങ്കല്പത്തിനനുസരിച്ച് പറയാണ്. ഇങ്ങനെ അപൂജയൻ രാഘവം ഇഷ്ടഭാഗിനം കഥേരിവീവലേവൽഭജം. അതിൽ അതിഗംഭീരമായ യുദ്ധത്തിൽ കുംഭകർണനെ രാമൻ വധിച്ചു എന്ന് കണ്ടപ്പോൾ ജനങ്ങൾ പ്രഹർഷമീയും വാനരന്മാർക്ക് വലിയ സന്തോഷമായി. ഒക്കെ ദേവന്മാരും ബാക്കിയുള്ള ജീവജാലങ്ങളൊക്കെ സന്തോഷിച്ചു നടത്തും. സ കുംഭകർണം സ്വരസൈന്യമർദ്ദനം മഹത്സു യുദ്ധേഷു കഥായം. സാധാരണ ഇതിൽ പരാജയപ്പെടുത്താൻ ആവശ്യമുള്ളവനായ എപ്പോഴും യുദ്ധത്തിൽ അപരാജിതനായിട്ടുള്ള ആരോട് തോറ്റില്ലാത്ത ആളാണ്. അങ്ങനെയുള്ള ആ കുംഭകർണനെ വർത്തനെ പണ്ട് ഇന്ദ്രൻ കൊന്ന പോലെ കൊന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് 67 സർഗം അവസാനിച്ചത്. 67 സർഗത്തോടുകൂടി കുംഭകർണ യുദ്ധം, കുംഭകർണൻ്റെ വധവും കഴിഞ്ഞു. അതിനുശേഷം രാവണൻ എന്തൊക്കെ ചെയ്തു എന്നതാണ് അടുത്ത സർഗം നമുക്കുള്ളത്. നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ യുദ്ധവർണ്ണനകളൊക്കെ വളരെ വിപുലമാണ്. പക്ഷെ അത് ഓരോരോ ഘട്ടങ്ങളായിട്ട് പറയുമ്പോൾ പദ്യമൊക്കെ വായിക്കാൻ രസമാണ്. ശ്ലോകങ്ങൾ വായിച്ചു പോകുമ്പോഴുള്ള രസമൊന്നും ഗദ്യത്തിൽ പറയുമ്പോൾ ഉണ്ടാവില്ല. ഉള്ളത് ചുരുക്കി പറയുന്നു. ഇനി കുംഭകർണവധത്തിന് ശേഷം വീണ്ടും ഇന്ദ്രജിത്തിൻ്റെ പ്രവേശനവും ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിലുള്ള ദീർഘമായ യുദ്ധവും ഇന്ദ്രജിത്തിനെ വധിക്കുന്നതൊക്കെയാണ് പ്രധാന ഭാഗങ്ങൾ. അത് തുറന്ന് കേൾക്കാം. തൽക്കാലം ഇവിടെ
ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.